മസാലയിൽ ഉപ്പ് കൂടിയിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കാരണമല്ല. ഉപ്പ് കൂടിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ പെങ്ങൾക്ക് ഞാൻ വിട്ടു കൊടുക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതാ ഇത്. ഇതാ ഇന്ന് തിന്നുന്നുണ്ടാവാ. ഓക്കെ, ഞാലെ കൊയക്കല് അതിന്റെ പവറായത്. ഞാലെ കാണുന്നുണ്ട് നിക്കുള്ളതായത്. ഇവന്റെ ചിരിയിൽ വീഴാത്ത ഏത് പെണ്ണാണല്ലേ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുക്കിങ്ങിന്റെ വീഡിയോ. ഇന്ന് ഞാനും ഉണ്ട്, പിന്നെ നിയാലുണ്ട്, പിന്നെ എൻ്റെ പെങ്ങളുണ്ട്. ഓളെ വീഡിയോ എടുക്കറെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാനും നിയാലൊന്നും ജസ്റ്റ് മസാല ഇടലും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ക്രെഡിറ്റല്ലോ സാലാക്കാണെങ്കിൽ നമ്മൾ തന്നെ എടുക്കുള്ളൂ. അത് പിന്നെ വേറെ കാര്യം. ഇപ്പൊ ഇതാ ഇവിടെ കാണിച്ചോടുന്നേ. എന്താ ഇവിടെ ഉള്ളിയെല്ലാം മുറിച്ചിടുന്നുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇതാക്കുന്നുണ്ട്, പിന്നെ നിയാലവിടെ വെറുതെ നോക്കി നിൽക്കുന്നുണ്ട്. പഠിച്ചോണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നു. അടുത്തതാണ് മൈദ അലക്കാൻ പറയുന്ന മോള്. മൈദ അലക്കാര് തരാം. ഇന്നത്തെ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിൽ എന്ന് വെച്ചാല് ഇന്ന് വാട്ടുന്ന ഇറച്ചിപ്പത്തിൽ അല്ലേ? പറഞ്ഞ മതി, സീരിയൽ ഉൾപ്പെടുത്തൂല. അപ്പൊ അതിന് നമുക്ക് ഉള്ളിയെല്ലാം മുറിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചെല്ലാം മുറിച്ചിട്ട് എല്ലാം കാണാം. അല്ല എന്റെ പെങ്ങളെല്ലാം മുറിച്ചിട്ടെ ബാക്കി ലാസ്റ്റത്തെ കൈപ്പുണ്ണെല്ലാം നമ്മൾ ഇട്ടിട്ട് എല്ലാം കാണാം. അപ്പൊ എന്താ മൈദയോ പിന്നെ ഇറച്ചിയെല്ലാം വേപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാലാടുന്ന് വെറുതെ ഇടങ്ങാറാക്കുന്നുണ്ട്. കാട്ടാൻ നിൽക്കുന്നത് ഞാൻ കലക്കാൻ നിൽക്കുന്ന ഈ സാധനം ആരെങ്കിലും ഏൽപ്പിച്ച അങ്ങല്ലേ ഞാനാ കണ്ടാ മതി. ഓക്കെ, ഇങ്ങനെ റെഡിയായിട്ട് വരുള്ളൂ. പെട്ടെന്ന് കൊഞ്ഞു വരുമെന്ന് എന്ത് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഇങ്ങനെ കളിക്കുന്നതാണ്. തിരിച്ചാ വാങ്ങാൻ തരും. നമ്മള് പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ പണിയെടുക്കും. ഇതില് മൈദക്ക് എന്താ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാലിന്റെ പേരില് അങ്ങനെ കേൾക്കണ്ട. ഇതൊക്കൊന്നൊരു പ്രശ്നം ഇല്ല, നല്ലോണം മുറുക്കി കുഴച്ചോ. ഇനി വെള്ളം ഇല്ല, അങ്ങനെ തന്നെ. ഇത് ഓഫാക്കാൻ പറ്റും. എക്സ്പീരിയൻസിന് ചെറിയ കുറവുണ്ടായിട്ട് വല്ല സാധനം വെന്തിട്ടാണ് മോന്റെ അല്ല അങ്ങനെ. ഇത് മൈക്കിലേക്ക് നമ്മുടെ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയതായിട്ട് അങ്ങ് മേക്കൊന്ന് നിന്ന് ഇറക്കുമതി ചെയ്ത കുക്കാണിത്. സോറി, ബംഗാളിൽ. മോനാണെങ്കിൽ ചിരിച്ചോണ്ട് അതൊക്കെ ഇങ്ങനെ ചിരിച്ചാട്ടെ. ഇവന്റെ ചിരിയിൽ വീഴാത്ത ഏത് പെണ്ണാണല്ലേ. പറയാനില്ല. സമയം എടുക്കും, എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നം. ഇന്നത്തെ കാര്യം പഠിച്ചോണ്ടിരുന്ന 10-15 കൊല്ലമില്ലേ, ഇത് ആദ്യമായിട്ടാണ്. സമയം എടുക്കും. ഇവിടെ പള്ളെത്തിക്കില്ല തായൊന്നും. സാര സത്യം പ്രതിജ്ഞ. പിന്നെ ഉമ്മ പറഞ്ഞിട്ട് ഉമ്മ പ്രത്യേകം മെൻഷൻ ചെയ്തിക്ക് വീഡിയോയിൽ പറയുന്നത്. ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാക്കിയ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും വരാത്തത് എല്ലാം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാല് ഇതാ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു, വെള്ളം കൂടിപ്പോയാ ഒന്ന് മാറി കൊടുത്താ കാണട്ടെ കണ്ടാ. അപ്പൊ ഇപ്പൊ 6:45 സമയം. അപ്പൊ ഞാന് 7:4 ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകും. പിന്നെ 22 ദിവസം കഴിഞ്ഞിട്ട് വരുക. 23. അപ്പൊ ഇന്നത്തെ ഇറച്ചിപ്പത്തിൽ ഇന്നേന് ഞാൻ ഉണ്ടാവില്ല, ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ അല്ലെ? തിന്നാണ്ട് ഞാൻ പോവാ. കോഴിക്കോട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയ പ്രശ്നം. മേലങ്ങി പണിയെടുക്കടാ മോനെ. എനിക്ക് പെരുങ്ങത്തൊരു പോണത് പിടിച്ചാ. അപ്പൊ ഇനി ഇതെല്ലാം ആക്കിട്ട് പോയാൽ മതി, മെല്ലെ പോയാൽ മതി, തിരക്കൊന്നുമില്ല. ആർക്ക് തിരക്ക്? അപ്പൊ ഗൈസ് ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കൂടുതലാ എന്നെ ഉപ്പ് കൂടുതലാ.
ഉപ്പ് കൂടുതലോ ഇല്ലേ? ഇല്ല. കണ്ടോ മതി. ഇങ്ങനെ നോക്കിയാ ആർക്ക് ചാച്ചന് കൊടുക്കാം. ആ. ഇങ്ങ. കൂടുതലാണ്. ആ ഇപ്പൊ ഇവളെ മുഖം കാണിക്കാൻ പറ്റാത്തോണ്ട് ഇപ്പൊ മുഖം കാണിക്കുന്നില്ല. ഈ അളിഞ്ഞ മുഖം ഒന്ന് കാണണ്ട. നിങ്ങളെ ഇതൊന്ന് ഇൻഫർമേഷൻ. കുറച്ച് പച്ചുള്ളിയുടെ മുറിച്ചിട്ട് വെച്ചേക്ക്. റെഡിയാവും. അപ്പൊ എല്ലാവർക്കും ഉള്ളത് ഉപ്പ് കൂടിയാല് പച്ചുള്ളി. പച്ചുള്ളി മുറിച്ചിട്ട് വെച്ചാൽ മതി. ഇന്ന് മസാലയിൽ ഉപ്പ് കൂടിയിട്ടുണ്ട്. ഇതൊന്നും എന്റെ കാരണമല്ല. ഞാന് വെറും ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ ലാസ്റ്റ് ഒന്ന് ഇതാക്കുക. ഇതിന്റെ ഈ എന്താ പറയാ ഉപ്പ് കൂടിയതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ പെങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഗൈസ് എന്റെ പെങ്ങളിതാ ഇത്രക്കാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി തന്നിക്ക്. അപ്പൊ ഇത് ഒന്നെങ്കിൽ നിയാല് അല്ല ചാച്ചു, രണ്ടിലാരെങ്കിലും കഴിക്കുന്നതാണ്. എനിക്കില്ലെങ്കിൽ എന്താ നിയാല് നിയാലോട് പറയണ്ടേ? മതിയാ നിയാലോട് പറയണ്ടേ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഇങ്ങനെ നോക്കിട്ട് സാധനം നോക്കൂ. ഇതല്ല എൻ്റെ ഉമ്മ എനിക്ക് പണ്ട് പഠിപ്പിച്ച നിൽക്കും. പക്ഷെ പിന്നെ മറന്നു നോക്കിയേ. എത്ര 2 അല്ലേ? 2 മസാല ഇടാൻ പറ്റിയ രീതിയില്ല കണ്ടേ. ഇതെന്താ ഒന്നിനുള്ളൂ? അപ്പൊ ഒന്നും മതിയില്ലേ? ഇതെന്താ ഇങ്ങനെയാന്ന്? ഞാനല്ല കൊയക്കല് അതിന്റെ പവറായത്. ഞാനെ കാണുന്നുണ്ട് എനിക്കുള്ളതായത്. സാധാരണ ഞാനിങ്ങനെ ഇതാക്കി ഇത്രയും ഇങ്ങനെ ആവലില്ല. എനിക്കൊരു കുക്കിനുള്ള ഭാവിയുണ്ട്. എന്റെ ഇതെടുത്ത് ഇതിൻ്റെ തൊണ്ടല്ലോ കൊണ്ടോ ഏത് സൈഡിലല്ലോ ആക്കണ്ടേ? ഇവിടെ അല്ല, ഇവിടെ ആക്കിയ ഇവിടെ ആക്കാം. ഇത് ഇന്നത്തെ സ്പെഷ്യലി ബീഫിന്റെ ഇറച്ചിപ്പത്തില ഇന്നത്തേത്. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് അപ്പൊ ഞാനിനെ കൊണ്ട് പറഞ്ഞു പോയാലോ മോശമാകുന്നില്ല. ഇങ്ങനെ വെക്ക. ഇതൊന്നും എന്റെ കയ്യിലേ കിട്ടില്ല. സാധനം അല്ല, ഷേപ്പിന് ചെറിയൊരു മാറ്റവും. ഇത് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് മതി. ഓക്കെ അല്ലേ? ഇത് ഇതിന്റെ കുട്ടി. ഇതിപ്പോ ഈനെ എന്നാ അടയാളം വെക്കുക നീയാളിനോട്. 2-3 കണ്ണെല്ലാം വെച്ചുകൊടുത്തല്ലോ. ഇത് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടാ. ഇതിങ്ങനെ പൊട്ടു. ഇതാ നമുക്ക് സാധനം നോക്കി. അപ്പൊ ഞാന് അങ്ങനെ ആക്കിയാലേ ഇത് പൊട്ടിപ്പോന്നേ. എങ്ങനാ ഇങ്ങനെയാ? കൊളെ ഇതാ പൊട്ടുന്നതാ. അതല്ലേ ഞാൻ നേരത്തെ ചെയ്ത്. ഇതിനി ഉപ്പ് കൂടിയുള്ള ഇത് തീർക്കുന്നില്ല എൻ്റെ കൂടി. അപ്പൊ ഞാനിത് തിന്നു കഴിഞ്ഞിട്ട് അവൻ കാണുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഇതാ ഇന്നെ തിന്നുന്നുണ്ടാവാ. ഓക്കെ. അപ്പൊ ഗൈസ് ഇതാ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം എടുത്തു. ഇതാ ഇതിനെ കൊണ്ട് ഞാൻ പഠിച്ചിട്ട് ശീലമില്ല.
നെയ്യ് മേത്താക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല എൻ്റെ അല്ല, ഇറച്ചിപ്പത്തിൻ്റെ. ഇത് കിട്ടണ്ട, സാധനം കിട്ടണ്ടേ? നെയ്യ് കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങണ്ട ഞാനാക്കാം. എന്റെ വ്ളോഗ് എന്നിട്ട് ഞാനാക്കണ്ടേ? ഇപ്പൊ തൊടുന്നില്ല, എനക്കാണുള്ള പണി. ഞാനേ ഇത് നിക്കണല്ലോ കേട്ടാ. ഇല്ല ഇവിടെ ഇതായിക്കില്ല ആകട്ടെ. ഞാന് വരുന്നുണ്ട്. അതിന് മുന്നേ ഇത് പൊരിച്ചിട്ട് തീർക്കണം. ഇതാരും തിന്നറ, ഇത് നിയാലിനുള്ളതാ. സാലാണ്ട് അറിയാണ്ടായി പോയതാന്ന് പറഞ്ഞത്, ഇത്രയും ചെറുത്. വരില്ലേ? ഇരിക്കണ്ട, നമുക്കുള്ള ഇതിലിട്ടാല് സാധനം തരാ. എന്താണ് നിയാലിന്റെ? നിയാൽ എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി നിയാല് വന്നിട്ട് കാണാം. അപ്പൊ ഇതാ അല്ല, ഇന്ന് നിയാലുണ്ടാക്കിയ സാധനം സ്പെഷ്യൽ അതെടുത്തു. സോറി, അത് ഇന്നില്ല, നീ വീഡിയോ കാണുമ്പോ എനിക്ക് തരുമോ എന്നാ സ്പെഷ്യല്? അപ്പൊ ഈ സ്പെഷ്യൽ മാറിപ്പോയിക്കുന്ന സാധനം ഇതൊന്ന് തിന്നോക്കട്ടെ. നേരത്തെ തിന്ന് വീഡിയോ കൊണ്ട് ഒന്നും തിന്നാക്കും. കിട്ടുന്ന സാധനം ഉപ്പ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഞാനുണ്ടാക്കിയ ഈ എന്താ പറയാ, ഈ ലെയർ ഇയാളുണ്ടാക്കിയോണ്ട് എങ്ങനെയുണ്ട്? ഇഞ്ഞുണ്ടാക്കിയോണ്ട് കൊള്ളാം. അപ്പോ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്കും ചെയ്യാം. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.